വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, ICF-ൻ്റെയും RSUടെയും കർമ്മതീതരായ പ്രവർത്തകരെ, പ്രവാസം അഥവാ ഒരു വാക്ക് തന്നെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വേദനയുടെ, യാതനകളുടെ ഒരു പ്രതീകമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് പ്രവാസം? നമുക്ക് എങ്ങനെ നിർവചിക്കാൻ കഴിയും? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് വേരോടെ നമ്മുടെ എല്ലാ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും പറിച്ചു മറ്റൊരു ഭൂപ്രകൃതിയിലേക്ക് പറിച്ചു നടുന്ന ഒരു പ്രത്യേക സാഹചര്യം, പല രൂപത്തിൽ നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, അവിടുത്തെ സഹാബത്ത് നാടും വീടും പരിസരവും ഒക്കെ വിട്ടുപോയത് കച്ചവടത്തിന് വേണ്ടിയും ജീവിത പശ്ചാത്തലം പുലർത്താൻ വേണ്ടിയും ഒക്കെ ആയിരുന്നു. ഒരർത്ഥത്തിൽ പണ്ട് കാലത്തിൽ പ്രവാസമായിരുന്നു. കച്ചവടത്തിന് വേണ്ടി നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ വാസ്കോ ഡ ഗാമ 1498 കേരളത്തിലേക്ക് കടന്നു വന്നു. കച്ചവടമാണെന്ന് പറയുമ്പോഴും അതൊരു തരത്തിലുള്ള പ്രവാസമായിരുന്നു. പ്രവാസത്തിന് വേദനിക്കുന്ന കഥകൾ പറയാനുണ്ട്. നിങ്ങൾക്കറിയോ, പശ്ചിമേഷ്യയിൽ നിന്ന് 2016 തുർക്കിയുടെ മണൽപ്പരമ്പിൽ ചലനറ്റ ശരീരവുമായി പശ്ചിമേഷ്യയിൽ നിന്ന് ഒഴുകി വന്ന ഐലാൻഡ് കുർദി എന്ന 3 വയസ്സുകാരൻ കുട്ടി രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചിട്ട് ആട്ടിയോടിക്കലിൻ്റെ പേരിൽ ഒടുവിലെത്തിയത് തുർക്കിയുടെ മണൽപ്പരമ്പിലായിരുന്നു. ആ കുട്ടിയുടെ ജീവിതം ഒരർത്ഥത്തിൽ പ്രവാസമായിരുന്നു. എങ്ങനെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് ഒടുവിലെത്തിയത്? നമുക്ക് യഥാർത്ഥത്തിൽ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രവാസികൾ എങ്ങനെയാണ് പുലർത്തപ്പെടുന്നത് എന്ന് പരിശോധിച്ചു നോക്കാം. 90% പ്രവാസികളും ജീവിത നിലവാരം വളർത്തിയെടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെങ്ങനെ? പഴയ കാലഘട്ടത്തിൽ പട്ടിണിയും പരിവട്ടനവും അകറ്റാൻ വേണ്ടിയാണെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ പ്രവാസികൾ വെല്ലുവിളി നേരിടുന്നത്, അല്ലെങ്കിൽ അവർ വളർത്തിയെടുക്കാൻ, ജീവിത നിലവാരം വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. ആയതുകൊണ്ട് ഈ പ്രവാസികളുടെ സ്വപ്നം എങ്ങനെ സാക്ഷാത്കാരമാക്കാം എന്ന് നമുക്കൊന്ന് ചർവണത്തിന് വിധേയമാക്കപ്പെടാം. എങ്ങനെയാണ്? നമുക്കറിയാം, പ്രവാസികളായി കടന്നു വന്നാൽ കൂടുതൽ സമയം ലഭിക്കപ്പെടുന്നത് പ്രവാസികളാണ്. അല്ലെങ്കിൽ നാട്ടിലുള്ള യുവാക്കളെ ആപേക്ഷികമായി പ്രവാസികൾക്ക് സമയം ധാരാളമുണ്ട്. സർവകലാശാലയിൽ ഡിഗ്രികൾ ആവശ്യമുള്ളവർക്ക് അവരുടെ സമയം അതിന് ഉപയോഗപ്പെടുത്താം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാങ്കേതിക വിദ്യ വളർന്നു വരികയാണ്. ആ സാങ്കേതിക വിദ്യ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. RSUയുടെ നേതൃത്വത്തിൽ നോട്ടക് എന്ന സർവ്വവിശാലമായ ഒരു പദ്ധതി, വളരെ ബൃഹത്തായ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. പല സോണുകളിലും വളരെ മഹനീയമായിരുന്നു. നമ്മുടെ തൊഴിലിടങ്ങളിൽ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കൃത്യമായി ഇതിനെ രേഖപ്പെടുത്തേണ്ടത്, സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടത്, AI ഉൾപ്പെടെയുള്ള വിദ്യകൾ ഉപയോഗിക്കപ്പെടേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിക്ഷേപം എടുത്ത് പരിശോധിക്കുകയാണ്. പ്രവാസികൾക്ക് കൂടുതൽ സമ്പത്ത് കടന്നു വരുന്നു. അത് എങ്ങനെ നിക്ഷേപിക്കണം എന്ന് കൃത്യമായ രൂപരേഖ നമ്മൾ തയ്യാറാക്കണം. ഒരു പ്ലാനിങ് നമ്മൾ തയ്യാറാക്കണം. സമ്പത്ത് കടന്നു വരുമ്പോൾ അതിനെ വളർത്തിയെടുക്കാൻ, അല്ലേ? മണി ഇൻഫ്ലേഷൻ കടന്നു വരികയാണ്. ഇന്ന് വാങ്ങുന്ന 1 രൂപക്ക് വാങ്ങുന്ന സാധനം 1 റിയാലിന് കൊടുത്ത് വാങ്ങാൻ അടുത്ത ദിവസം 1 റിയാൽ കൊടുത്താൽ നമുക്ക് കിട്ടില്ല. അവിടെ ഇൻഫ്ലേഷൻ കടന്നു വരുന്നു. അതുകൊണ്ട് ആ ഇൻഫ്ലേഷൻ കടന്നു വരുമ്പോൾ ഇസ്ലാം എങ്ങനെയാണോ നിഷ്കർഷിക്കുന്ന അനുവദനീയമായ രൂപത്തിൽ സമ്പത്ത് നിക്ഷേപിച്ച് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യത്തിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സമയത്ത് പണ്ട് കാലത്തൊക്കെ പറയലുണ്ട്, പ്രവാസികൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ കടന്നു വരുന്നു, ആർക്കോ വേണ്ടി ജീവിക്കുന്ന, ഒടുവിൽ ഒന്നുമില്ലാതെ എങ്ങനെയോ മരണപ്പെട്ടു പോകുന്ന പ്രവാസത്തിനു പകരം പുതിയ കാലഘട്ടത്തിൽ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന പ്രവാസികളായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിനാവശ്യമുള്ള എല്ലാ സർവ്വിധ സോഴ്സുകളും നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അതുപോലെ തന്നെ പഠന മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയുമെന്നറിയില്ല, എൻട്രി ഫയൽ കൊമേഴ്സ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിയുന്ന ഒരാളാണ്. ഇവിടെ തൊഴിലിടങ്ങളിൽ കോർപ്പറേറ്റ് കമ്പനികളാണ് 90% തൊഴിലവസരങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രി ഫയൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട തത്വങ്ങളിൽ രണ്ടാമത്തത് തൊഴിൽ വിഭജനം. നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. തൊഴിൽ ചെയ്യാൻ പറ്റും, അല്ലേ? ചില ആളുകളൊക്കെ പറയും, എനിക്ക് പല തൊഴിലും ചെയ്യാൻ പറ്റും. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഒരു തൊഴിലിൽ നിപുണരായി മാറുക എന്നതാണ്. അതെങ്ങനെ? നമുക്ക് അത് കൃത്യമായി ചെയ്യാൻ കഴിയണം. പുതിയ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ നിന്നുള്ള പ്രവാസികൾ വെല്ലുവിളികൾ നേരിടുന്ന, ആർക്കോ എന്തിനോ വേണ്ടി ജീവിച്ച് ഒടുവിൽ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ പോയി ഒന്നുമില്ലാതാകുന്ന പ്രവാസത്തിൽ നിന്ന് വിപരീതമായി കൃത്യമായ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാക്കിക്കൊണ്ട് നല്ല ഒരു പ്ലാനിങ്ങോടുകൂടി കൃത്യമായ രൂപരേഖ തയ്യാറാക്കി ജീവിതം, നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.